ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയാബീൻ കൊണ്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കണേ കേട്ടോ. ഇത് ചെറിയ സോയാബീനാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടെടുക്കണം. സ്റ്റൗ കത്തിച്ച് കൊടുക്കുക, കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിൽ. അപ്പം നമ്മൾ ഇതിനൊരു ഗ്ലാസ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്കൊരു കുറച്ചും കൂടി സോയാബീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. തീരെ കുറവായി. നമ്മൾ ആ ഒരു ഗ്ലാസ് കൂടാതെ ഈ ഒരു കൈയും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 100 ഗ്രാം ഉണ്ട് കേട്ടോ. ഈ ചെറുതാകുമ്പോൾ നമുക്ക് മുറിക്കൊന്നും വേണ്ട. വലുതാണെങ്കിൽ കഷ്ണങ്ങളാക്കണം. കഷ്ണങ്ങളാക്കുന്നതാണ് ഈ മസാലയൊക്കെ പിടിക്കാൻ നല്ലത്. ചെറുതാകുമ്പോൾ ഒന്നും ചെയ്യണ്ട. ഇത് വീർത്ത് വരുന്നുണ്ട് കണ്ടോ. കുറച്ച് 2 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഉരുളി വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമുക്ക് ഈ സോയയിലേക്കുള്ള മസാല ശരിയാക്കുകയാണ് കേട്ടോ നമ്മൾ. പിന്നെ ഒരു നുള്ളു ജീരകം ചേർക്കാം, 2 ഏലക്കായ ചേർക്കാം, ഒരു ലേശം കടുക് ചേർക്കാം. അപ്പൊ നമ്മൾ സോയാബീൻ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇത് 2-3 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കും കേട്ടോ. നന്നായി വെള്ളം പിഴിഞ്ഞ് കളയണം. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട് അവിടെ. കടുക് പൊട്ടി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇപ്പൊ 2 സവോളയാണ് കേട്ടോ. നമുക്ക് സവോളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനാണ്. കേട്ടോ, ഇനി ഇതിങ്ങനെ നന്നായി പിഴിഞ്ഞെടുക്കുക. നമ്മൾ ഇത് സോയ പിഴിഞ്ഞെടുത്തതാണ്. നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക, 2 പച്ചമുളക്, ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതൊരു 1/2 ടീസ്പൂണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം. ഒരു 2 വലിയ ടീസ്പൂൺ കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച സോയ ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇടാം. നമ്മൾ സോയ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവോള വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. നമുക്ക് കുറച്ച് ഉപ്പിടാം. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്. നമുക്കിത് കുറച്ചു നേരം പിന്നെ മസാലയൊക്കെ പിടിച്ച് അങ്ങനെ വരട്ടിയെടുക്കണം. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണ്ടു, മസാല ഒന്ന് ഇതിൽ പിടിക്കാനായിട്ട് കേട്ടോ. മതി. ലേശം കൂടി വയ്ക്കും. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. ഇതിനകത്ത് മസാലയൊക്കെ പിടിക്കട്ടെ. ഈ വെള്ളമൊക്കെ വറ്റി നമുക്കിതിനെ വരട്ടിയെടുക്കണം. ഒറ്റയായിട്ട് വരും. സോസ് ആകുമ്പോൾ ഒരു മധുരവും തക്കാളിയുടെ അത്ര പുളി വരില്ല. അതാണ് സോസ് ഒഴിച്ചത്. നിങ്ങൾ സോസ് ഇല്ലെങ്കിൽ തക്കാളി ഇട്ടാലും മതി. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ചേർക്കുക. ഇത് നമ്മുടെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. ഇത് കണ്ടു, ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ സോയാബീൻ ഫ്രൈ ചെയ്തത്. ഇപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ.